മാളികപ്പുറത്തിന്റെ ടീം എന്ന് പറയുമ്പോൾ അതിൽ അവിഭാജ്യമായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഉണ്ണിയേട്ടൻ. പക്ഷെ സുമതി വളവില് ഉണ്ണിയേട്ടൻ എന്തുകൊണ്ടാ വരാഞ്ഞത്? അർജുൻ അല്ല വേറൊരാളെ വെച്ച് ആലോചിച്ചത് നമ്മൾ ഇത് ചെയ്യുവാണെങ്കിൽ അർജുനെ വെച്ച് വേറൊരാളെ വെച്ച് നമ്മളിത് ചെയ്യുന്നില്ല. അതെന്താ അങ്ങനെ ഒരു മനസ്സിലായത്? എത്തിക്സ് എന്നൊരു കാര്യമില്ല. നമ്മൾ അവരോട് നല്ലത് അറിയണം. എന്താ നിങ്ങൾ വാട്ട് യു മീൻ? അല്ല നിങ്ങളിതൊരു ഗൂഢാലോചനയാണോ എന്ന് ചോദിച്ചപ്പോഴേ ഞാൻ അന്ന് പറഞ്ഞ മറുപടി ഇതാണ്. സുമതി വരുന്നുണ്ടോ ശബരിമലയ്ക്ക് എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. ഒന്ന് കട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കളി തുടങ്ങും. നമ്മള് ഗോലയില് പേരാ നാഷണോട് കിട്ടിയ ഭയങ്കര രസം. വിളിച്ചറിയിക്കാൻ വിളിച്ചപ്പോഴത്തേക്ക് നാഷണോട് എന്താന്ന് അവൻ അറിയില്ല. ആണോ ഓക്കേട്ടാ ശരി എടാ നാഷണൽ അവാർഡാ കേട്ടു. രാഷ്ട്രപതിനെ ഇത് വാങ്ങിക്കാൻ പോകുന്നത് ബർത്ത്ഡേഡ് എന്നാ. ഞാൻ നോക്കുമ്പം ഏതാണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വാങ്ങിക്കാൻ പോയവരാണ് പോകുന്നത്. എന്തൊക്കെയാണ് വിശേഷം? സുഖമില്ല. നമ്മുടെ സിനിമ കണ്ടിറങ്ങുന്ന ആളുകൾക്ക് സുഖം ഇഷ്ടം തോന്നും കേട്ടോ. കൈ കാണിച്ച് നിർത്തും, ലിഫ്റ്റ് കൊടുത്ത് കയറ്റിയ പുറകില് പിന്നെ കുട്ടീനെ തിന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ കണ്ടു പോകുന്ന വഴിക്ക് ഒരു ഇങ്ങനെ കൊച്ചിന്റെ കഴുത്തിലേക്ക് സെക്കൻഡ് ഞങ്ങളത് പേടിച്ചു. ഇതെന്താ പെട്ടെന്ന് അപ്പൊ അവന്റെ അവസ്ഥ അപ്പൊ എവിടെ സുമതി ഓടി ഇവരൊക്കെ ഒരു മാറ്റവും ഇല്ലല്ലേ. അഭിലാഷേന്റെ ഒരു പേരുണ്ട് പ്രൊപ്പഗണ്ടറായി. അതെ, വിവാദങ്ങൾക്ക് അത്രയേ ഉള്ള ആയുസ്. അപ്പൊ ഇതിലെല്ലാം സസ്പെൻസ് നിറഞ്ഞു നിൽക്കും അല്ലെ എല്ലാം കൊണ്ടും. ഹൊറർ കോമഡി ചിത്രമായ സുമതി വളവ് ഓഗസ്റ്റ് 1 റിലീസ് ചെയ്യുകയാണ്. അതിന്റെ അണിയറ പ്രവർത്തകരാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. അഭിലാഷ് ഏട്ടൻ, ശിവ, റാഫി, ശ്രീവധു. അപ്പോൾ നമസ്കാരം. സുമതി എന്നൊക്കെ ആ ഒരു കേട്ട് കഥ മാത്രമേ നമുക്കുള്ളൂ. ആ ഒരു സത്യത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞു അവിടെ പോയപ്പോ? സുമതി അങ്ങനെയൊന്നുമില്ല. അതായത് സുമതി വളവ് നമ്മളിപ്പോ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പം വണ്ടികൾ നിൽക്കുന്നു, അവിടെ ചെല്ലുമ്പോൾ വെള്ള സാരി എടുത്തുള്ള രൂപം കാണുന്നു. എനിക്ക് മനസ്സിലായി കളയാൻ പണ്ട് കാലത്താണ് ഈ കഥകൾ കൂടുതലായിട്ട്. ഇപ്പം അത്രയും കഥകളില്ല. പണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഈ വണ്ടിയായിട്ട് പോകുമ്പോൾ അവിടുത്തെ ഒരു ജോഗ്രഫി എന്ന് അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇതാണ് വളവ്. ഇനി കഥകളൊക്കെ ഇട്ട് പേടിച്ച് നിൽക്കുമ്പോൾ അവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ഒരു ചെറിയൊരു കയറ്റം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഗിയർ ഷിഫ്റ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ വണ്ടി ഇടിച്ച് നിൽക്കും. ഇന്ന് ഓട്ടോമാറ്റിക് വണ്ടികൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നം തീർന്നു. അവിടെ വണ്ടികൾ നിൽക്കുന്നില്ല. അങ്ങനെയല്ല, അത് അല്ല ഇപ്പം അങ്ങനെ അവിടെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ പണ്ടത്തെ ആ പേര് അങ്ങനെ തന്നെ ഇപ്പം നിലനിർത്തുന്നുള്ളൂ. പണ്ട് ഇപ്പോൾ ഒരു 90-കളിലോ 80-കളിലോ പറഞ്ഞാൽ ഇത്രയും ടെക്നോളജിയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി വിളിച്ചു പറയാനോ പിന്നെ ഇത്രയും വണ്ടികളില്ല, ലൈറ്റ്സ് ഇല്ല, ആളുകളുടെ വിശ്വാസം വേറെയാണ്. അപ്പോൾ അത് കൊണ്ട് തന്നെ ആ വളരെ ഒരുപാട് കഥകൾ. ഇത് അവിടെ മാത്രമല്ല, ഇപ്പോൾ ഇടുക്കിയിൽ ഇതുപോലൊരു സ്ഥലമുണ്ട്. രാത്രി വരുന്ന വഴിക്ക് കൈ കാണിച്ച് നിർത്തും, ലിഫ്റ്റ് കൊടുത്ത് കയറ്റിയ പുറകിൽ പിന്നെ കുട്ടീനെ തിന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ കണ്ടു. ഇങ്ങനത്തെ കുറേ കഥകളുണ്ട്. എൻ്റെ വീടിനടുത്ത് ഇതേപോലെ തന്നെ കോന്നിയിൽ ഒരു വളവിനെ പറ്റി പറയും. ഇടുക്കിയിൽ ഉണ്ട് അതേപോലത്തെ ഒരു സംഭവം. സോറി, പിന്നെ വയനാട്ടിൽ. അപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഇതുപോലത്തെ. എല്ലാ സ്ഥലങ്ങളിലും ഒരു ഹൊറർ സ്റ്റോറി കാണും. അപ്പോൾ നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ള കഥകളൊക്കെ കൂടെ മൈൻഡിൽ വെച്ചിട്ട് ഒരു പുതിയ കഥ ഉണ്ടാക്കി ആ കഥയിലേക്ക് ഈ വളവിനെ പ്ലേസ് ചെയ്തു. എന്നാലും ഒരു പേടിപ്പെടുത്തുന്ന ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ കേട്ടല്ലോ ഒരു എക്സ്പീരിയൻസ്. അല്ല, ഞങ്ങൾ പോയ ദിവസം അങ്ങനെയല്ല, അവിടെ രൂപത്തെ കണ്ട് പേടിച്ചൊന്നുമല്ല. ഞങ്ങൾ രാത്രി പോകുമ്പോൾ ഞാനുണ്ട്, അർജുനുണ്ട്, ഞങ്ങളൊരു ടീം മുഴുവനുണ്ട്. ആദ്യം പോകുമ്പോൾ അല്ലല്ല, ആദ്യം പോകുമ്പോൾ ഞങ്ങൾ മാത്രം. അന്ന് എൻ്റെ ഒപ്പം മണിയമ്പിളരാജന്റെ മകൻ നിരഞ്ജനുണ്ട്, ഞാനുണ്ട്, അർജുനുണ്ട്, അപർണയുണ്ട്, അപർണദാസ് ആനശ്രീ ബാലയുടെ സമയത്താന്ന് തോന്നുന്നു, വിഷ്ണു ഉണ്ട്, ഞങ്ങൾ. അപ്പം അന്ന് അവിടെ ചെല്ലുമ്പം മഴയാണ്. രഞ്ജനുണ്ട്, നല്ല മഴയാണ്. അപ്പോൾ ആ മഴ സമയത്ത് അവിടെ ചെന്നപ്പം ഞങ്ങൾ അതിന് മുന്നേ ചായ കുടിക്കാൻ കയറുമ്പോൾ അവിടെ നിന്ന് ഒരു കഥ കേട്ടു. ഈ സമയത്തൊന്നും അതുവഴി പോകലെന്നൊരു കഥ കേട്ടു. ഭയങ്കര ഒരു PR പണി ചായക്കടയിലെ ചേട്ടൻ തന്നു. സുമതിയുടെ PR ആയിട്ട് പുള്ളി കുറേ കാര്യങ്ങൾ വന്നു. അതെ നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ വളവിൽ ചെന്ന സമയത്ത് ഈ വളവിൽ ആ മഴ ഒന്ന് കുറഞ്ഞ സമയത്ത് ചെറിയ മിസ്റ്റ് പോലൊക്കെ വന്ന് അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയ സമയത്ത് എല്ലാവർക്കും ആവേശമായിരുന്നു. നമുക്ക് രഞ്ജൻ നല്ല സൗണ്ടിൽ പാട്ട് പാടുന്നു. എന്താണെന്ന് വെച്ചാൽ പാട്ട് പാടിയാൽ ആരെങ്കിലുമൊക്കെ ഓടി വരുമല്ലോ എന്നൊക്കെ പറയും ഇവനിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ മൊമെൻറ്റിൽ അവിടെ വെച്ചിട്ട് നമുക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ട് അവിടെ ചെല്ലുകയാണ്. എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവിടെ സുമതിയെ കണ്ടതൊന്നുമില്ല. ഞാൻ സത്യം അവിടെ ചെന്നിട്ട് മറ്റേ ഇതായിരുന്നു, അനുവാദം വാങ്ങിക്കുന്ന പോലെ. ഞാൻ അതെ ചേച്ചിയുടെ പടം ചെയ്യാൻ പോവാം, സപ്പോർട്ടൊക്കെ ചെയ്തേക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. കാരണം ബയോപിക്ക് പോലെയല്ല, നമ്മൾ അവരുടെ പേരെടുത്ത് സിനിമ ചെയ്യില്ല. അപ്പോൾ ഞാൻ കുറച്ച് അനുവാദമൊക്കെ ചെയ്തു പോകുന്നു. പിന്നീട് ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ എല്ലാവരോടും പോയി. അന്ന് ചെല്ലുമ്പോൾ അവിടെ കുറേ ലൈറ്റ്സ് ഒക്കെ ഇട്ടേക്കുക. അപ്പോൾ അവിടെ അത്രയ്ക്ക് വീടില്ല. അപ്പോൾ അതിനിടയ്ക്ക് ആകെ ചെയ്ത ബാലു ബ്ലൂടൂത്ത് സ്പീക്കർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബാലു ഞങ്ങളാരും അറിയാതെ ചെയ്ത പണി എന്താ വെച്ചാൽ നമ്മളവിടെ ഇറങ്ങി നടക്കുക. ആ സമയത്ത് ബാലു ഈ ബ്ലൂടൂത്ത് മൊബൈൽ കണക്ട് ചെയ്തിട്ട് സ്പീക്കർ കുറ്റിക്കാട്ടിലിട്ട്
എന്നിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കൊച്ചിന്റെ കരച്ചിലൊക്കെ ഇട്ടുകൊണ്ട് ഇതെവിടെ ചോദിച്ചിട്ടാണ്. അപ്പൊ ഒരു 10 സെക്കൻഡ് ഞങ്ങളൊന്ന് പേടിച്ചു, ഇതെന്താ പെട്ടെന്ന് പറഞ്ഞില്ല. പിന്നാണ് ഇതാണ് പരിപാടി എന്ന് പറയുമ്പോൾ ഇത് എടുത്തത്. പക്ഷെ ഞാൻ പറയാന്ന് ബാലു ഇത് കണ്ടത് എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അതിന്റെ ചാർജ് ഓഫ് ആക്കിയാണ്, ചാർജ് കാണല്ലായിരുന്നു. അപ്പൊ അവന്റെ അവസ്ഥ നല്ല അപ്പൊ എവിടെ അതെ അതെ. അപ്പൊ പേടിയുണ്ട് അങ്ങനത്തെ കഥകളിലൊക്കെ വിശ്വാസമുണ്ടോ? അവനെ പ്രയോജനം. ഞാൻ പണ്ട് പോയിട്ടുണ്ടേ, ഇവരോട് പോയിട്ടല്ല, ഞാൻ അന്നേരം കൂട്ടുകാരോട്. എന്റെ വീടിന്റെ അടുത്ത ഭാഗത്ത് അങ്ങനെ പേടി. അവിടെ ചെല്ലുമ്പോ ഒരു ഉള്ളിൽ മറ്റേ സാധനം. പിന്നെ കൊറേ 2 വട്ടം പോയപ്പോ അങ്ങനൊന്നും ഇല്ലായിരുന്നു. സുമതി ഓടി, ഇവരൊക്കെ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടീമായിട്ട് പോകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പോണത്. സുമതി ശരിക്കും ഒരു പാവമായിരുന്നല്ലേ ഈ കഥയില്. സുമതി ശരിക്കും പറഞ്ഞാൽ സുമതിയുടെ കഥയില് സുമതി ശരിക്കും പറഞ്ഞാൽ ബാധിക്കപ്പെട്ട ആളാണല്ലോ. അതെ, നമ്മുടെ സിനിമ കണ്ടിറങ്ങുന്ന ആളുകൾക്ക് സുമതി ഒരു ഇഷ്ടം തോന്നും കേട്ടോ. ഞങ്ങൾ സുമതിനെ അങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് തിയേറ്ററിൽ ഇറങ്ങി പോകുമ്പോൾ ആളുകൾ വേറൊരു പേഴ്സ്പെക്റ്റീവിലായിരിക്കും സുമതിനെ കാണുന്നത്. ആരാണ് നമ്മുടെ ഇതില് സുമതി? അത് ഈ സിനിമ അഭിനയിച്ച് എല്ലാവരും ചോദിക്കുന്നത്, ആർക്കും അറിയില്ല. അങ്ങനെയല്ല, അതിന്റെ സ്ട്രക്ചർ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ സ്ഥിരം സിനിമയെ കാണുന്ന പോലെ ഒരാള് സുമതി എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു പരിപാടിയല്ല സുമതികളിലുള്ളത്. അതിനെ വേറെ രീതിയിലാണ് നമ്മൾ അതിനെ കൺസീവ് ചെയ്തേക്കുന്നത്. അത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആൾ ചോദിക്കും, അവിടെ ഇത് ആരാണ് സുമതി, അതാണ് ഇതാണോ? മനുഷ്യനായിട്ട് വരുന്നില്ല. അങ്ങനെയല്ല, അതിന്റെ ഞങ്ങൾ കൺസീവ് ചെയ്തേക്കുന്ന രീതി അതല്ല. അതൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടാ മതി. ഭയങ്കര ബുദ്ധിയാണ്. ഞാനും വിഷ്ണു ഒക്കെ ഭയങ്കര അങ്ങനെയല്ല. ഇതിലൊരു സസ്പെൻസ് ഫാക്ടർ ഉണ്ട് സിനിമ കഥയിലൊരു സസ്പെൻസ് ഫാക്ടർ ഉണ്ട്. അത് ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് നമ്മൾ റിവീൽ ചെയ്യുന്നത്. അത് ഓഡിയൻസിനൊരു ചോദ്യം ഇട്ടിട്ടാണ് ഞങ്ങൾ തിയേറ്ററിൽ നാളിൽ ഇറക്കി വിടുന്നത്. അത് പിന്നെ അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടോട്ടെ. അപ്പൊ നമ്മൾ ആൾക്കാർ വിചാരിക്കും ഇനി ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നത്. ഞങ്ങൾ ആക്ച്വലി അതിന്റെ ഒരു ഷോട്ട് റീഷൂട്ട് ചെയ്യാൻ ആലോചിച്ചിരുന്നു. ഇപ്പൊ റിലീസിനോട് അടുത്തത് കാരണമാണ് അത് ഞങ്ങൾ ഹോൾഡ് ചെയ്തത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിന് സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ലീഡ് ക്ലൈമാക്സിലേക്ക് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തുള്ളായിരുന്നു. അത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ഇപ്പോഴത്തെ വർഷം ഇറക്കുന്നത്. ഇത് സക്സസ് ആവുകയാണെങ്കിൽ അതിനെപ്പറ്റി അന്ന് സീക്വൽ ആയിരിക്കില്ല, പ്രീക്വൽ ചെയ്യാൻ പറ്റും. മുന്നേ ഉള്ള കാര്യം ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹൊറർ കോമഡി അതൊരു പുതിയൊരു ജോണർ ആണല്ലേ മലയാളികൾക്ക്. ഹൊറർ ഉണ്ടെങ്കിലും അല്ല, മലയാളികൾക്ക് ഏറ്റവും അറിയുന്ന ജോണർ ഹൊറർ ഉണ്ടെങ്കിലും ഹൊറർ മണിച്ചിത്താഴായാലും ആകാശാംഗിയായാലും വെള്ളി നക്ഷത്രമായാലും ഇതൊക്കെ കോമഡി ഹൊറർ ജോണർ തന്നെയല്ലേ. കാരണം മണിച്ചിത്താഴ് പോലത്തെ ഹൊറർ പടം അതുപോലത്തെ ഒരു വേറൊരു ഹൊറർ പടം ഉണ്ടെന്ന് എനിക്കറിയില്ല മലയാളത്തിൽ അത്രയും. അത് കോമഡി ആണല്ലോ, അതിൽ മെയിൻ കോമഡി ട്രാക്കിലൂടെ പോയിട്ടില്ല. പിന്നെ സീരിയസ്നെസ് അത് സാരല്ല, കുറെ നാളായി മലയാളത്തിൽ. അത് ശരിയാ, കുറച്ച് നാളായി മലയാളത്തിൽ രക്ഷിപ്പടം അങ്ങനെ വന്നിട്ട്. അപ്പൊ അത് സുമതിയുള്ള ഒരു രക്ഷിപ്പടമാണ്. നമ്മുടെ കേരളത്തിന്റെ സ്വന്തം രക്ഷിയാണ് സുമതി. കാരണം അങ്ങനെ ഒരു സ്ഥലം ഒറിജിനൽ ഉണ്ടല്ലോ. അപ്പൊ ആ ബ്രാൻഡ് ഞങ്ങള് വീണ്ടും ഒന്ന് ബിൽഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. മേഘ സന്ദേശം, ഇന്ദ്രിയം, ഇപ്പൊ മണിച്ചിത്രത്താഴ് അതേ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് സുമതി വളവ് എടുത്തിട്ടുള്ളത്. അല്ല, സുമതി വളവ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്നൊരു കഥയല്ല, 90s പറയുന്നൊരു കഥയാണ്. അപ്പൊ 90s ബാക്ക്ഡ്രോപ്പിൽ പറയുന്ന ഒരു ഹൊറർ സ്റ്റോറി ഇന്നത്തെ എല്ലാ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വിഷ്വൽ ട്രീറ്റ് തിയേറ്ററിൽ കിട്ടും. ഇതില് തിരക്കഥ എഴുതിയതോടൊപ്പം തന്നെ അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പം എല്ലാരെയും ഒന്ന് പരിചയപ്പെടുത്തും, എല്ലാവരുടെയും ക്യാരക്ടർ. എന്റെ ക്യാരക്ടർ കുട്ടാപ്പി എന്നാണ് പേര്. അർജുന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ത്രോട്ട് സിനിമയിലുള്ളൊരു ക്യാരക്ടറാണ്. ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന അത്യാവശ്യം ഒരു ടീമായിട്ട് യക്ഷിവളവിൽ പോയിട്ട് യക്ഷിനെ വെല്ലുവിളിക്കുന്ന ക്യാരക്ടർ. യക്ഷിനെ വെല്ലുവിളിക്കുന്ന അതാ ടീസറിലും ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാ. ഭയങ്കര ശിവനെ ഞാൻ ഒരുപാട് വർഷമായിട്ട് ശിവനെയൊക്കെ അറിയാം. അവൻ ഈ സീരീസൊക്കെ ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, സീരീസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ തന്നെ കഴിഞ്ഞ ആനന്ദ് ശ്രീബാലയിൽ ശിവര് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ ക്യാരക്ടറാണ്. അപ്പോൾ ഇവൻ്റെ പൊട്ടൻഷ്യൽ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു നല്ലൊരു സാധനം കൊടുത്ത് ഇവനത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും വിഷ്ണുവിൻ്റെ ഒരു കസിനും കൂടെയാണ് ശിവ. അപ്പം ഞങ്ങൾ ഇവനെ കൊടുക്കുമ്പോൾ അതൊരു നല്ലൊരു സംഭവം കൊടുക്കണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണ്. മാളികപ്പുറത്ത് ശരിക്കും ഞങ്ങൾ ആലോചിച്ചിരുന്നു. മാളികപ്പുറം കൊടുക്കാൻ പറ്റില്ല. ഇതിലേക്ക് വന്നപ്പോൾ ഈ ഒരു ക്യാരക്ടർ എഴുതിയപ്പോഴത്തേക്ക് ഒന്ന് ഇത് ശിവ കൊണ്ട് ചെയ്യിക്കാം. ശരിക്കും അതൊരു കുറച്ചുകൂടെ ഒരു ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ് ഹ്യൂമർ. പക്ഷേ ഇല്ല, അവനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് ഞങ്ങളുടെ അടുത്തൊരു റിസ്ക്കാണ്. പക്ഷെ നന്നായി ചെയ്തു, ഭയങ്കര റിസൾട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ സിനിമ കഴിയുമ്പോൾ ശിവയ്ക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇനിയും വരും. അതേപോലെ റാഫിനെ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ചക്കപ്പഴം ചെയ്തത്, പിന്നെ ഒരുപാട് സിനിമകളും ചെയ്തിട്ടുണ്ട്. റാഫിനെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ റാഫി ഞാനും കുറേ നാളായിട്ട് ഇങ്ങനെ ഫോണിൽ മെസ്സേജ് ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെ റാഫിനത് ചാൻസും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു ദിവസം എന്തോ പറഞ്ഞപ്പോൾ റാഫിനെ വിളിച്ചപ്പോഴാണ് റാഫി ഒരു കാര്യം ചെയ്യും, നീയും കൂടി ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ട് റാഫിക്ക് വേണ്ടി ഒരു ക്യാരക്ടർ പിന്നെ നമ്മൾ എഴുതി ചേർത്തു.
അത് പിന്നെ സിനിമയിൽ ഞങ്ങളുടെ ഒപ്പം തന്നെയുള്ള ഒരു ക്യാരക്ടറാക്കി. ഒരു സ്നേഹം കൊണ്ട് എഴുതി ചേർത്തു. അതെ, റാഫിക്കായിട്ട്. പിന്നെ ഈ മുതലേ പിന്നെ അറിയാലോ, ഇത് നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെ ശബരിമലയ്ക്ക് കൊണ്ടുപോവാ. ഈ മുതലേ പിന്നെ എന്തായാലും ഇല്ലാതെ ഈ സിനിമ ചെയ്യാൻ പറ്റത്തില്ല. അതെ അതെ. അങ്ങനെ ഞങ്ങള് ഉണ്ട്. പറ നിന്നെ പറ്റി. എന്തായിരുന്നു ക്യാരക്ടർ മോനെ ശ്രീമന്റെ? എന്റേത് ബാസി സുധാകരനാണ് പേര്. അതല്ല വട്ടപ്പേര് പറ. വലിയ പേരാണല്ലോ. വാവക്കുട്ടൻ. പിന്നെ ഇവരുടെ എല്ലാം ഒരു ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് നേരം നിൽക്കുന്നത്. ഓപ്പോസിറ്റ് ആണോ ഇവർക്ക്? ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ അതായത് രണ്ട് ഫാമിലീസ് തമ്മിലൊരു ഇഷ്യൂ ഉണ്ട് സിനിമയില്. അതില് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഫാമിലിയിലെ ആളാ ഇവന്. ഇങ്ങനെ നമ്മളെ കണ്ട അപ്പൊ തന്നെ കൊല്ലാൻ നടക്കുന്ന ക്യാരക്ടർ. പക്ഷെ നാട്ടിലെ എല്ലാ പെൺകുട്ടികളുടെയും രക്ഷകനാണ് അവൻ സിനിമയിലും. അപ്പൊ മാളികപ്പുറത്തിലും അതുപോലെ തന്നെയാണ്. അവന് യഥാർത്ഥ ജീവിതത്തിൽ അവൻ അങ്ങനെ തന്നെ. പിന്നെ കണ്ണൂര് ഈ മാലന് അവന്റെ ഏതൊരു ഗേൾഫ്രണ്ട് എടുത്തല്ലടാ. ഈ മാളികപ്പുറത്തിൽ ഈ തുളസി പി വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഡയലോഗ് എഴുതിയതിന്റെ ഇൻസ്പിറേഷൻ ഇവനാ. ആ സിനിമ ആ സീൻ ഷൂട്ട് ചെയ്യുന്ന ദിവസം രാവിലെ ഞാൻ ലൊക്കേഷൻ ചെല്ലുമ്പോൾ ആ സീനിൽ അഭിനയിക്കാൻ പാസിംഗ് ആയിട്ട് കുറെ സ്കൂൾ കുട്ടികൾ, ചെറിയ കുട്ടികൾ വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ അതിന്റെ നടുക്ക് നിൽക്കുകയാണ് ആശാൻ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു ആരാടാ അത്? അത് ചേട്ടാ ഇവിടെയുള്ള കുട്ടികളാണ്, ഞാൻ പരിചയപ്പെട്ടു. അത് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നമുക്കൊരു സീൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് സ്പോട്ടിൽ ഉണ്ടാക്കിയതാണ് ആ ഇത്. അവൻ നാച്ചുറൽ ആയിട്ട് അത് അഭിനയിക്കല്ലോ, അവൻ ജീവിച്ചു കാണിച്ചു. പക്ഷെ ഇപ്പൊ ഒരു നാണം പോലെയുണ്ട്. അറിയണോ പിന്നെ നാഷണൽ അവാർഡ് കിട്ടിയത്? നാഷണൽ അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം പെൺകുട്ടികൾ കൂടുതലായിട്ട് വന്നു മോന്റെ അടുത്ത്. ഫ്രണ്ട്ഷിപ്പ് കൂടിയുണ്ട്. ഇല്ലില്ല, ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനല്ല, കൊറേ നിങ്ങൾ നാണം ബെസ്റ്റ് ഫ്രണ്ട് പെൺകുട്ടിയാണോ അതോ ആൺകുട്ടിയാണോ? നിനക്ക് ഒരു പെൺകുട്ടി ഉണ്ടല്ലേ? അങ്ങനൊന്നുമില്ല. പാലക്കാട് ഷൂട്ടിന് വന്നപ്പോൾ ഒരു ഉത്സവ സീൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഷൂട്ടിങ് കാണാൻ ഒരുപാട് നാട്ടുകാർ വന്നിട്ടുണ്ട്. വന്നിറങ്ങിയ ഫസ്റ്റ് എൻ്റെ അടുത്ത് കളേഴ്സ് ഒരുപാടുണ്ടല്ലോ, കളേഴ്സ് ഒരുപാടുണ്ടല്ലോ. ശിവനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ അവൻ അഭിനയിക്കുമല്ലോ, ശരിക്കും നമ്മൾ സീൻ പറഞ്ഞു കൊടുത്താൽ അവൻ ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തു തരും. അത് ഭയങ്കരമായിട്ട് നമുക്ക് കൈയിടി കിട്ടുന്ന ഈ സിനിമയിൽ അങ്ങനെ 3-4 സംഭവമുണ്ട്. 4 വലിയ നമുക്ക് പറഞ്ഞു ചിരിക്കാൻ പറ്റുന്ന പോലത്തെ സീക്വൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേര് തന്നെ അങ്ങനെയാണല്ലോ, വട്ടപ്പേരല്ലെങ്കിൽ വാവക്കുട്ടൻ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ കളിയെ വിളിക്കും വാവക്കട. അപ്പൊ മാളികപ്പുറത്തിനേക്കാളും കൂടുതൽ ഒന്നുകൂടി ഞെട്ടിക്കും അല്ലേ? അല്ല, മാളികപ്പുറത്തില് ഈ പറയുന്ന പോലെ ആ 2 കുട്ടികളാണല്ലോ മുഴുവൻ മെയിൻ എന്നോ, പിന്നെ ഉണ്ണി ഇൻട്രോയിൽ വരുന്നതാണല്ലോ. ഇതില് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ അതിൽ പിന്നെ ശ്രീവധം ചെയ്തിട്ടുണ്ട്, ദേവും ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ദേവിനെക്കാട്ടിലും കുറച്ചും കൂടെ സ്ക്രീൻ സ്പേസ് ഈ പടത്തില് ശ്രീപഥൻ കൂടുതലുണ്ട്. അപ്പൊ ഇതില് കൂടുതൽ അതിന്റെ മാളികപ്പുറം ചെയ്തപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞത് മാളികപ്പുറത്തിൽ ദേവുവിനാണ് കൂടുതൽ. ഞാൻ ശരി, അടുത്ത പടത്തിൽ ഞാൻ നിനക്ക് തരോടാ. അപ്പൊ ഈക്വലായി ഇനി രണ്ടാൾക്കും പരാതി. ഞാൻ അടുത്ത പടത്തിൽ ഇവർ 2 ഒരേപോലെ. അപ്പൊ അടുത്ത പടത്തിൽ ഇവരുണ്ട്. നമ്മള് നമ്മുടെ ഭാഗമല്ലേ, വിടുവോ? അപ്പൊ ഈ ഭാഗമല്ലേന്ന് പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ മാളികപ്പുറത്തിന്റെ ടീം എന്ന് പറയുമ്പോൾ അതിൽ അവിഭാജ്യമായിട്ടുള്ള ഒരാളാണ് നമ്മളെ ഉണ്ണിയേട്ടൻ. പക്ഷെ സുമതി വളവില് ഉണ്ണിയേട്ടൻ എന്തുകൊണ്ടാ വരാഞ്ഞത്? അല്ല, ഉണ്ണിക്ക് പറ്റിയൊരു ക്യാരക്ടർ ഇതിലില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വെറുതെ കുത്തിക്കയറ്റി കൊണ്ട് വെക്കാൻ പറ്റില്ല. അവിടെ ഉണ്ണി അത്ര സ്റ്റാർഡത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഉണ്ണിക്ക് പറ്റിയൊരു ക്യാരക്ടർ ഇതില്ലാത്തതുകൊണ്ട് പിന്നെ ഉണ്ണി തിരക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് ഇതിൽ മാളികപ്പുറം ടീം എന്ന് പറയുമ്പോൾ ഇതിൽ ഒന്നിച്ചിരിക്കുന്ന ഇതിന്റെ ടെക്നിക്കൽ സൈഡാണ്. പിന്നെ ഇതുങ്ങളെ 2 എണ്ണത്തെ പിന്നെ നമ്മളിങ്ങനെ കൂടെ കൊണ്ടു നടക്കുക ദേവുവിനെ. പിന്നെ ഇതിനകത്ത് ഒന്നിച്ചിരിക്കുന്ന പറയുന്നത് ഇതിന്റെ ഡയറക്ടർ, ഒബ്വിയസ്ലി ഡയറക്ടർ വിഷ്ണു, ഞാൻ, മ്യൂസിക് ഡയറക്ടർ രഞ്ജന്, പിന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡിലുള്ള കുറെ ആളുകൾ നമ്മൾ മാളികപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം പുതിയ ആളുകളാണ്. പക്ഷെ എന്നാലും ഇതിന്റെ ഒരു മുഖം എന്ന് പറയുമ്പോൾ അഭിലാഷ് ചേട്ടൻ, വിഷ്ണു ചേട്ടൻ, ഇപ്പം ശ്രീപദ് മോൻ, ദേവനന്ദ, അപ്പൊ ഇവരൊക്കെ തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അല്ല, മാളികപ്പുറം ടീം വീണ്ടും ഒന്നിച്ച സിനിമ തന്നെയാണ്. സൈജു ചേട്ടനുണ്ട്. അപ്പൊ അത് ശരിയാണ്. പക്ഷെ ഈ പറഞ്ഞ ഉണ്ണി അതിലില്ലെന്നേ ഉള്ളൂ. ഉണ്ണിച്ചേട്ടൻ ഒരു പരാതി ഉണ്ടാവോ ഉണ്ണിക്കോ? ഇതിന് സിനിമ ഇറങ്ങുമ്പോ? പരാതിയുള്ള ആളൊന്നുമല്ല. അവനറിയാം, ഈ കഥ ഉണ്ണിക്ക് അറിയാം, മുന്നേ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ അഭിലാഷ് ചേട്ടന്റെ പറയുകയാണെങ്കിൽ ഉണ്ണിച്ചേട്ടന്റെ കൂടെ എന്തെങ്കിലും ഒരു ഫോട്ടോ ഇട്ടാൽ തന്നെ ഭയങ്കര നെഗറ്റീവായിട്ടും ആൾക്കാർ പറയുന്നതാണ്. പക്ഷെ നെഗറ്റീവിനൊന്നും വകവെക്കാത്ത ഒരാളാണ് ഇല്ലേ? അല്ല, മറ്റുള്ളവർ പറയുന്നത് ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം എനിക്ക് ഒരാൾ നെഗറ്റീവ് പറയണം, അവരുടെ അടുത്ത് പോയി പറഞ്ഞ് മനസ്സിലാക്കി മാറ്റി പോസിറ്റീവ് അടിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനായിട്ടാ? പറയുന്നവർ പറഞ്ഞോട്ടെ. ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ എനിക്ക് സത്യസന്ധമായിട്ട് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് ഈ നെഗറ്റീവ്സിനെ പേടിക്കുന്നത്? അത് ഇപ്പോൾ ഉണ്ണിയോടൊരു ഫോട്ടോ ഇട്ടാൽ അതിനൊരു പൊളിറ്റിക്കൽ വശം കാണും. ഇപ്പോൾ എന്നെ ഇഷ്ടമില്ലാത്തവരും ഉണ്ണിയെ ഇഷ്ടമില്ലാത്തവരും കാണും. ഞങ്ങൾ 2 പേരും ഇഷ്ടമില്ലാത്തവരും കാണും. ഞങ്ങൾ 2 പേരും ഇഷ്ടപ്പെടുന്നവരും കാണും. അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റിൻ്റെ കൂടെ തന്നെ പോസിറ്റീവ് കമൻറ്റും ഉണ്ടല്ലോ. ആ പോസിറ്റീവ് കമൻറ്റ് കണ്ടാൽ പോരെ. പിന്നെ ഈ സ്ഥിരം ഞാനെപ്പോഴും എൻ്റെ
ലൈഫിൽ ഞാൻ എടുത്ത ഒരു ലെസണാണ്. അതൊക്കെ ഇത് രമേശേട്ടനാണ് എനിക്കത് പറഞ്ഞു തന്നെ. അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മൾക്കെതിരെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും പറയും, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇടത്ത് നമ്മളിവിടെ ലൈവായിട്ടുണ്ടെന്നാണ്. ഇത് രണ്ടും ഇല്ലാത്ത ദിവസം ഓർത്തോളം നമ്മൾ ഫീൽഡ് ഔട്ടാണ്. അതാണ് അതിൻ്റെ കറക്റ്റ് പോയിന്റ്. അപ്പം ഞാൻ കറക്റ്റാണ്, നമ്മളിങ്ങനെ സിനിമകൾ ചെയ്യുന്നു, നമ്മളിതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമുക്കെതിരെ നമ്മളിവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അവരുടെ ജീവിതത്തിലെ വിലപ്പെട്ട കുറച്ച് നിമിഷം അവർ നമുക്ക് വേണ്ടി തരുന്നുണ്ടല്ലോ. കമന്റ് ഇടാനായിട്ട് നല്ല കാര്യമല്ലേ? അപ്പൊ ഇനി സുമതി വളവിലേക്ക് വരികയാണ്. ഈ എഴുത്തിങ് സ്റ്റൈലാണല്ലോ, ഈ പോസ്റ്റർ ആയാലും എല്ലാം നല്ല രസമുണ്ട്. ഒരു ആ 90s കാലഘട്ടത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. സുമതി വളവില് ശരിക്കും പോയിരുന്നോ എല്ലാരും? പേടിച്ചു എന്നൊക്കെ കേട്ടല്ലോ. ഞാൻ പണ്ട് പോയിട്ടുണ്ട് നമ്മുടെ അടുത്ത. ഞാനുണ്ടല്ലോ 3 തവണ. 3 തവണ. അപ്പൊ കാണാൻ പറ്റില്ല. അപ്പൊ എന്തായിരുന്നു അന്നേരത്തെ എക്സ്പീരിയൻസ്? ഞാൻ മാത്രം പോയിട്ടില്ല. പോയില്ല, മോന് പേടിച്ചിട്ടാ പോവാഞ്ഞ? അല്ലല്ല, ഇവനെ പേടിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പേടിയാണ്. അല്ല, സുമതി വളവ് പോയപ്പോ നമ്മളൊക്കെ ഇങ്ങനെ സുമതി വരുന്നുണ്ടോ ശബരിമലയ്ക്ക് എന്നൊക്കെ ചോദിച്ചു കളയും. മോനിങ്ങനെയുള്ള യക്ഷിക്കഥകളിലൊക്കെ പേടിയുണ്ടോ ശ്രീപദന്? 3 രക്ഷിക്കഥ പറഞ്ഞു പറഞ്ഞാ. അമ്മൂമ്മ അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു തരാറൊക്കെ ഉണ്ടോ? എനിക്ക് ഓൾറെഡി ഭയങ്കര പേടിയാ വീട്ടിലൊക്കെ. കാരണം എൻ്റെ ചേച്ചി, എൻ്റെ ഒരു കസിൻ ചേച്ചി ഉണ്ട്. ചേച്ചി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രേത കഥയൊക്കെ പറഞ്ഞുതരും. അങ്ങനെ ചെറുപ്പത്തിൽ എന്നെ പേടിപ്പിച്ചിട്ടതാ. ഇപ്പൊ സ്കൂളിലെ എല്ലാ പെമ്പിളാർക്കും രക്ഷിക്കഥ പറഞ്ഞു കൊടുക്കും. പേടിയുണ്ട്. സ്കൂളിലുള്ള എല്ലാ പെമ്പിളാർക്കും രക്ഷിക്കഥ പറഞ്ഞു കൊടുക്കും. കഥയൊക്കെ പറഞ്ഞു കൊടുക്കാൻ അറിയോ? അങ്ങനെ അതേ അറിയും. അതൊന്നും അറിയില്ല. ഫസ്റ്റ് ഓൾ ഇവർക്ക് മീൻസ് ഇത് ഇവരോടെല്ലാം കഥാപാത്രങ്ങളെ കൊടുത്തിട്ടുള്ളൂ. ഇതിന്റെ പൂർണ്ണ ഒരു ഇത് അറിയില്ല അല്ലേ? അധികം പേർക്ക് അറിയില്ല. കാരണം ഇത് ഷോട്ടിന് വരുമ്പോഴാണ് ഈ സീൻ ഇതാണ്. ഇവരിടക്കിടയ്ക്ക് എൻ്റെ ചോദിക്കും, ചേട്ടാ ഇത് കഴിഞ്ഞ എന്താ ചേട്ടാ എന്നേക്കും. ഞാൻ പറയും ആദ്യം ഇത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തേക്ക് പിടിക്കാൻ. അത് കാരണം പലർക്കും ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫോം അറിയില്ല. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു സാധനം ഷൂട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഒരു ലിമിറ്റഡ് ക്രൂവിനെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് വളരെ കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് നടനെ കാണാൻ പോകുന്നത്, അഭിലാഷ് പിള്ള എന്ന ആ ഒരു എഴുത്തുകാരൻ്റെ ഉള്ള നടനെ അല്ലേ? ഞാനിതിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ പരിപാടി ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ പറയുന്ന പോലെ കുറച്ചും കൂടെ സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു കഥാപാത്രം ചെയ്തേ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ, അങ്ങനെ ഒരുപാടൊന്നും ഇല്ല. മുഴുനീള ഗിരി എന്ന കണ്ടല്ലേ കഥാപാത്രത്തിൽ? അതായത് അർജുന്, ബാലു, ശിവ, ഞാന്, റാഫി, ഞങ്ങൾ അങ്ങനെ ഒരു ഗ്യാങ് ആണ് ആ നാട്ടിലെ. ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് ഒരു ഗ്യാങ് ഉണ്ട്. ഗോകുലിൻ്റെ ഒക്കെ ഗോകുൽ സുരേഷ്, ശ്രാവൺ, അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാനും സിദ്ധാർത്ഥേട്ടനുമാണ് കുറച്ച് പ്രായത്തിന് മൂത്തതായിട്ടുള്ള കഥാപാത്രം. അപ്പോൾ നമ്മളെ ഗിരിയേട്ടാന്ന് വിളിച്ച് ഞാൻ എന്തുകൊണ്ടാണ് കേൾക്കുന്ന കഥാപാത്രങ്ങൾ ഇവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടിയതാണ്. പിന്നെ കിട്ടിയതൊക്കെ നല്ല സീൻസിലാണ്. ഞാൻ തന്നെ എഴുതിയതായതുകൊണ്ട് ഞാൻ തന്നെ അവിടെ എഴുതി വെച്ചു, അവിടെ ഗിരിയേട്ട ഇരിക്കട്ടെ, ഇവിടെ ഗിരിയേട്ട മനസ്സിൽ പതിയുന്ന എല്ലാ അത്രേ ഉള്ളൂ. അത് പിന്നെ ഞാൻ പറഞ്ഞില്ല, അപ്പം സിദ്ധാർത്ഥേട്ടൻ്റെ പല ദിവസവും ഡേറ്റിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സോട്ട് സന്തോഷിക്കും, നന്നായി ആ സീൻ ഞാൻ ഗിരിയേട്ട ചെയ്തിട്ട്. അപ്പോൾ മൊത്തത്തിൽ എഡിറ്റ് ചെയ്ത് ഫൈനൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒരു അഭിലാഷേട്ടൻ മാത്രമേ ഇപ്പം കണ്ടിട്ടുള്ളൂ സിനിമ? അല്ല, വിഷ്ണു, ഞാന് അല്ല, ഇപ്പൊ നമ്മൾ നമ്മുടെ ക്രൂവിലുള്ള കുറച്ചുപേരെ കാണിച്ചിട്ടുണ്ട്. അധികം പേർക്ക് അറിയില്ല. ഈ പറയുന്ന പോലെ ഇവരൊന്നും ഇതുവരെ ഫുള്ള് കണ്ടിട്ടില്ല. ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് ഇത് കാണാനായിട്ട്. പക്ഷെ ഇവരുടെ ഡാൻസ് എല്ലാവരും കണ്ടല്ലോ. ഡാൻസ് പാട്ടൊക്കെ നല്ല ഹിറ്റാണ്. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ പാട്ട് വളരെ കുറവാണ്. പാട്ട് ഓരോന്നിലൊന്നും ഇല്ല. പക്ഷെ ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തതാണ്, മിനിമം 5 പാട്ട് സിനിമയിൽ വേണം. അതായത് പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കാസറ്റ് ഇറക്കും, അല്ലെങ്കിൽ CD വരും. ഇതിലൊക്കെ ഒരു സിനിമയിൽ തന്നെ 5-6 പാട്ട് കാണും. ഇപ്പൊ അതില്ല, 1 പാട്ട് 2 പാട്ട്. അപ്പം ഞങ്ങൾ മാളികപ്പുറത്തിൽ തന്നെ അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കാരണം മാളികപ്പുറത്തിൽ 4 പാട്ടുകളുണ്ടായിരുന്നു. ഇതിലെത്തിയപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ കൊമേഴ്ഷ്യലൈസ് ചെയ്തുള്ള പാട്ടുകൾ വേണം, പണ്ടത്തെ പോലെ പാടി അഭിനയിക്കുന്ന ഡാൻസ് സോങ് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ ഉത്സവ പാട്ട്, ക്ലൈമാക്സിലെ കല്യാണ സോങ്, ലവ് സോങ്, ഇനിയിപ്പോൾ ഒരു സോങ് വിടാനുണ്ട്, റിലീസ് ചെയ്യാനുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞൊരു ആൽബമാണ്, ആ പാട്ടുകളുടെ ഒരു ആൽബം ഉണ്ട്, ഒരു 5 പാട്ടുകളുടെ. പിന്നെ അത് കൂടാതെ ഒരു 3 ചെറിയ ബിറ്റ് സോങ്സും ഉണ്ട് പടത്തിൽ വരുന്നത്. അതും പടം റിലീസായതിനു ശേഷം പുറത്തു വിടുന്ന പാട്ടുകൾ. അപ്പോൾ അത് 90s വൈബിലൊരു സിനിമ ചെയ്യുമ്പോൾ 90കളുടെ സിനിമയായിട്ട് അതിനൊരു ചെറിയ സാമ്യത വേണമെന്ന് ഒരു തന്നെ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഇത് റിലീസായപ്പോൾ യൂട്യൂബിൽ പല ആളുകളും ഇതെന്ത് പാട്ടാണ്, പഴയ പാട്ട് പോലെയൊക്കെ ഫീൽ ചെയ്തത്. അത് കാരണം വെച്ചാൽ ഇന്നത്തെ ജനറേഷന് അധികം അറിയാത്ത ഒരു കാലഘട്ടത്തിലുള്ള സിനിമയാണിത്. എന്ന് വെച്ചാൽ 90കളിലാണ് കഥ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റീക്രിയേഷനാണ്. പക്ഷേ തിയേറ്ററിൽ കാണുമ്പോൾ സിനിമയ്ക്ക് അതിൻ്റെ പുത്തൻ ടെക്നോളജിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ 2K കിഡ്സിനും കൂടെ വർക്കാവുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്.
ഇവനൊക്കെ 2Kയിലും താഴെയാണല്ലോ ദൈവമേ. ആരൊക്കെ അർജുനേട്ടൻ എങ്ങനെയുണ്ട്? അർജുനേട്ടൻ അവന് എങ്ങനെയുണ്ടായിരുന്നു? സുഖം, അവന് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുകയല്ലേ. അർജുനെ പറ്റി പറയാനുള്ള, അർജുൻ ഞാനും കൂടെ രണ്ടാമത്തെ പടം, ആനന്ദ് ശ്രീബാലയാണ് ഞങ്ങൾ ഒന്നിച്ച് ആദ്യത്തെ പടം. ആനന്ദ് ശ്രീബാല ലൊക്കേഷൻ വെച്ചാണ് ഇത് നമ്മൾ അടുത്ത ഇത് ചെയ്യാന്നങ്ങ് തീരുമാനിക്കുന്നത്. 2019 അർജുൻ കേട്ട കഥയാണ്. അപ്പോൾ അത് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ചെറിയ ബഡ്ജറ്റ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നു. ഞങ്ങളുടെ പല ആളുകളും കഥ കേട്ട്, ആദ്യത്തെ 1-2 പ്രൊഡ്യൂസേഴ്സ് കഥയൊക്കെ കേട്ടിട്ട് നമ്മൾ കുറച്ചുകൂടെ വലിയ സ്കെയിലിൽ ചെയ്യാം. ഇപ്പോൾ ഒരു അർജുനല്ല വേറൊരാളെ വെച്ച് ആലോചിച്ചാൽ നമ്മൾ ഇത് ചെയ്യുവാണെങ്കിൽ അർജുനെ വെച്ച്, വേറൊരാളെ വെച്ച് നമ്മളിത് ചെയ്യുന്നില്ല എന്ന് തീരെ. അങ്ങനെ ഒരു അല്ല, മനസ്സിലായി. അത് എത്തിക്സ് എന്നൊരു കാര്യമില്ല. നമ്മൾ അവരോട്, നമ്മളിപ്പോൾ അർജുനോട് 2019 കഥ പറയുന്നു. അർജുൻ അന്ന് മുതൽ ബാക്കി ഒരു ഡിമാൻഡ്സും ഇല്ലാതെ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. ആനന്ദ് ശ്രീബാല അടക്കമാണ് അർജുൻ പറഞ്ഞത്, ചേട്ടാ അടുത്തത് നമുക്ക് അത് ചെയ്താലോ. അപ്പോൾ അന്ന് മാളികപ്പുറം കഴിഞ്ഞിട്ട് നിൽക്കുക, വിഷ്ണു ആയാലും ഞാനായാലും. ഞങ്ങളുടെ കോമ്പിനേഷൻ അടുത്ത സിനിമയ്ക്ക് ആ ഒരു ഡിമാൻഡുണ്ട്. അപ്പോൾ അത് അർജുൻ ഞങ്ങളുടെ ഇങ്ങോട്ട് ചോദിച്ചു, ചേട്ടാ അത് എനിക്ക് തരുമോ, നമുക്ക് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്യടാ. അതുകൊണ്ട് അതിനുശേഷം ഞങ്ങൾ പ്രൊഡ്യൂസറെ അപ്രോച്ച് ചെയ്യുന്നത്. പ്രൊഡക്ഷനിലേക്ക് പോയപ്പോഴും ആ പ്രൊഡ്യൂസർ ഞങ്ങളുടെ കൂടെ വന്നു. അങ്ങനെയാണ് ഇതൊരു 15 കോടിയോളം ബഡ്ജറ്റിൽ. 15 കോടിയാണ് ഇതിന്റെ ബഡ്ജറ്റ്. അത് ആദ്യം ഇപ്പൊ നമുക്ക് മാളികപ്പുറത്തിന് മുൻപായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു പുതിയ മാളികപ്പുറമാണ് ഈ പടം ഞങ്ങൾക്ക് മാക്സിമം ഒരു 4 കോടി 5 കോടിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു പ്രൊഡ്യൂസർ ഞങ്ങൾ വിശ്വസിച്ച് വരില്ല. ആദ്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ആഫ്റ്റർ മാളികപ്പുറം ആയതുകൊണ്ട് ഞങ്ങൾ ട്രസ്റ്റ് ചെയ്ത് ഇപ്പോൾ പ്രൊഡ്യൂസർ വരുന്നു. നമ്മൾ പറയുകയാണ് ഇത് ഒരിക്കലും ഇത് അനാവശ്യമായ പൈസ കളയല്ല. ഈ പൈസ സിനിമയ്ക്കുള്ളിലുണ്ട്. തിയേറ്ററിൽ നിന്ന് കാണുന്ന ആൾക്ക് മനസ്സിലാവും ഇതിൽ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഏരിയ എവിടെയാണുള്ളത്. 86 ദിവസം ഷൂട്ട് ചെയ്തു. അതിൽ തന്നെ മെജോറിറ്റി ഷൂട്ട് ചെയ്ത നൈറ്റിലാണ്. അപ്പോൾ അത് എക്സ്പെൻസ് വളരെ കൂടുതലാണ്. പിന്നെ 36ഓളം ആർട്ടിസ്റ്റുകൾ സിനിമയിലുണ്ട്. അതൊരു വലിയ കാര്യമാണ്. രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ അർജുനേട്ടന്റെ ഒരു കഥാപാത്രം വളരെ എക്സൈറ്റിംഗ് ആയിട്ട് കണ്ടതാണ്. അതിന്റെ അകത്ത് ഇതിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? അർജുനേട്ടനെ കുറിച്ച് എന്താ പറയുക? അർജുൻ അശോകൻ എന്നാണ് അർജുന്റെ കൂടെ എന്റെ രണ്ടാമത്തെ പടം ആനന്ദ് ശ്രീബാലയിൽ ഉണ്ടായിരുന്നു. രോമാഞ്ചം കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് വേറെ തന്നെയാണ്. സുമതി വളവിലെ ക്യാരക്ടർ രോമാഞ്ചത്തിലെ ക്യാരക്ടർ യാതൊരു ബന്ധമില്ല. ക്യാരക്ടർ ഫുൾ ഒരു എന്താ പറയുക, അതിന്റെ മെയിൻ ലീഡാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ഇമോഷണൽ രംഗങ്ങളുണ്ട്, എല്ലാം ഒരു പാക്കേജിലുള്ള ഒരു സിനിമയാണ്. അതൊക്കെ അർജുൻ ഭയങ്കര അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ട് പടത്തില്. ഞങ്ങൾ 2023 നമ്മൾ അർജുനായിട്ട് ഫസ്റ്റ് പടം ചെയ്യുന്നത് തീപ്പൊരി പെന്നി. അതിൽ നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. അതിനുശേഷം ഇപ്പൊ തലവര ഒരു പടം ചെയ്ത്, പിന്നെ അതിനുശേഷം സുമതി വളം 3 പടം ചെയ്ത്, 3ലും അവനോട് അഭിനയിക്കാൻ പറ്റി. റാഫിനെ എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് ഒന്നും കൂടെ റെക്കമെൻഡ് ചെയ്തത് അർജുനാണ്. ഞാനിങ്ങനെ റാഫിയുടെ കാര്യം മൈൻഡിൽ ഉണ്ട്, റാഫി കാണാൻ ചെയ്യാമെന്ന് ഞാൻ പറയുമ്പോഴും അർജുൻ എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ അവൻ എന്തെങ്കിലും ഒന്ന് കൂടെ. അപ്പോൾ ഇതിൽ ആക്ച്വലി ഇതിൽ കഥാപാത്രം ആ സമയത്ത് ഇല്ല. അപ്പം വേറൊരു ക്യാരക്ടറുണ്ട്, ചെറിയ ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് എന്നാൽ അതൊന്ന് ഡെവലപ്പ് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് മുന്നോട്ട് ബാക്കി സീൻസിലൂടെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തത്. എത്രത്തോളം അർജുന് ശിവനെ ആനന്ദ് ശ്രീബാലെ കൊണ്ടുവന്ന് ഞാൻ ചെയ്യുന്നു. ആനന്ദ് ശ്രീബാല കഴിഞ്ഞപ്പോൾ ശിവനെ ഞങ്ങൾ അടുത്ത പടത്തിൽ ചെയ്യിക്കാൻ ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ്. പക്ഷേ അർജുൻ ഒരു എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ നമുക്ക് ശിവനെ ആ ക്യാരക്ടർ കൊടുത്താലോ എന്ന് ആദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചേക്കാം, ചേട്ടാ അവന് കൊടുക്കുക. അതൊരു ക്വാളിറ്റിയാണ് ഒരു നടൻ്റെ. നമ്മളത്ര സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ സെറ്റിന് സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ നമുക്കൊരു പരിപാടി വിളിച്ച് അല്ലെങ്കിൽ അഭിലാഷന്റെ അടുത്താലും പറയാനുള്ള ഒരു മനസ്സ് കാണിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. സ്വാർത്ഥതയില്ലാതെ ഭയങ്കര ചില്ല കൂടിയിരിക്കാനായാലും ഭയങ്കര സപ്പോർട്ടീവ്. എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്, സന്തോഷം. ഇതിനു വേണ്ടി എന്തോ റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട്. ആണോ? അർജുനൊന്നുമല്ല, പെൺപിള്ളേര്. നീ എന്താ മിണ്ടായിരിക്കുന്നത്? നീ സംസാരിക്കുക. അർജുൻ അശോകൻ എന്താ പറയാനുള്ളത് അർജുനനെ കുറിച്ച്? എങ്ങനെയായിരുന്നു സെറ്റിലൊക്കെ? അർജുനേട്ടനും വിഷ്ണു ചേട്ടനൊക്കെ ശിവചേട്ടനും എല്ലാം സെറ്റില് നമ്മളെ പോലെ ഒരു പിള്ളേര് തന്നെയാണ്. ഫുൾ ടൈം ലൂഡോ അല്ലെങ്കിൽ യൂനോ ഒന്നുമില്ലെങ്കിൽ സിനിമ കാണാനിരിക്കും. കസേരന്റെ മുകളിൽ കാല് വെച്ച് കണ്ണു അടിച്ചാണ് ഇരിക്കുക. അത് ഇദ്ദേഹത്തിന്റെ സിനിമയായിരുന്നു. പേടിയില്ലാന്ന് പറഞ്ഞിരുന്നായിരുന്നു റാഫി ചേട്ടൻ. വിഷ്ണുവിനോട് വേറെ പണിയുണ്ടാണ്, അവൻ സംവിധാനം ചെയ്യാൻ നടക്കായിരുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ തന്നായിരുന്നു മോന്? കൊറേ കാര്യങ്ങള് അർജുൻ ചേട്ടൻ ഇടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യുള്ളൂ. മോട്ടിവേഷൻ സ്പീക്കറാണ്, പക്ഷെ വല്ലപ്പോഴും ഒരു മോട്ടിവേഷൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല. ഒരു മോട്ടിവേഷൻ പറഞ്ഞു തന്നെ. 3-4 ടേക്ക് തെറ്റിച്ചപ്പം ഞങ്ങളുടെ അടുത്ത് വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തിയിട്ട് അവൻ എന്തോ ഒരു മോട്ടിവേഷൻ കൊടുത്തിരിച്ചു. നന്നായിട്ട് അഭിനയിച്ചവൻ. എന്ത് മോട്ടിവേഷൻ തന്നെ? മോട്ടിവേഷൻ എന്ന് വെച്ചാല് ഇപ്പം മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റുമോ അറിയില്ല. ഞാൻ എന്തെങ്കിലും ഒരു ഷോട്ട് ചെയ്യുമ്പോ
അതിന് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഇങ്ങനെ ചെയ്താൽ അത് ഓക്കെ ആവുമോ നോക്കുന്ന പറയും. അപ്പൊ അതുപോലെ ചെയ്ത് നോക്കുമ്പോ ഓക്കെ ആവും. അതാണ് അഭിലാഷേട്ടൻ പറഞ്ഞത്. നല്ല സപ്പോർട്ടീവാ. മാളിയപ്പുറം ഷൂട്ട് നടക്കുമ്പോൾ ഒരു ദിവസം ബസ്സിനകത്ത് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ആ ബസ്സിന്റെ അന്നും കൂടെ ഞങ്ങൾക്ക് പെർമിഷൻ ഉള്ളൂ. അപ്പം രണ്ടും കൂടെ മത്സരമാണ്, ദേവും രണ്ടുപേരുടെ അഭിനയ മത്സരമാണ്. അപ്പം ഞാൻ കുറച്ച് വിഷ്ണു എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ശ്രീപദ് ഭയങ്കര ഡൗൺ ആണ്, അവൻ ചെയ്യുന്നില്ല. ഞാൻ എന്തൊരു അറിയില്ല കേട്ടോ, അത് ദേവ് ചെയ്യുന്നുണ്ട്, ഇവൻ ഡൗൺ ആണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അത് കുഴപ്പമില്ല. അപ്പോൾ ഈ ബസ് ഇന്നുകൂടെ ഉള്ളൂ, ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് ചെയ്യാൻ ഈ ബസ് ഇട്ടു. കാരണം KSRTC വേറെ ബസ്, അപ്പോൾ നമുക്ക് പണി കിട്ടും. ഞാൻ നൈസിന് ഇവനെ വിളിച്ചോണ്ട് പോയി, വേണമെങ്കിൽ എന്തുട്ടാ ഒന്നുമില്ല ചേട്ടാ. ഞാൻ എന്താ ചെയ്യാതെ, ഇവൻ ഭയങ്കര ഉഴപ്പ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലടാ, നമുക്ക് ഷൂട്ട് നിർത്താം. അപ്പം എല്ലാം കൂടെ 1.5 കോടിയല്ലേ ചിലവായിട്ടുള്ളൂ, എൻ്റെ വീടും വിൽക്കാം നിൻ്റെ വീടും വിൽക്കാം, നമുക്ക് ആൻഡോ ചേട്ടന് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ ഓരോ തൊട്ട് ചാടി തിരിച്ചെന്ന് കയറി. വിഷ്ണു പറയാണ് ഏറ്റവും നന്നായി അഭിനയിച്ച ദിവസമാണ് ഇതുപോലത്തെ മോട്ടിവേഷൻ ആയിരിക്കും അർജുനും കൊടുത്തത്. ഇതില് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എങ്ങനെയാ മോനുമായിട്ട്? നമ്മള് എന്നുവെച്ചാ ഇതിൽ ശത്രുക്കളാ, ഇതില് ശത്രുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. പിന്നെ അത് ഓക്കെ ഒരു പേരാവുന്നു. മാളികപ്പുറത്തിനകത്ത് നോർമലി എന്ത് അല്ലിപ്പോ എന്താ നിങ്ങൾ പേരാണോ ഇതിൽ? അയ്യോ പേരായിട്ടല്ല ഇതില്. കുറച്ചുനേരം വരെ ഓപ്പോസിറ്റ് ആണ്. അരമണിക്കൂർ പേര്, അരമണിക്കൂർ. എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എങ്ങനെയാ? ടൈമില് നമ്മള് ഫുൾ ടൈം കളിയായിരുന്നു. ഒന്ന് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കളി തുടങ്ങും. അങ്ങനെ എന്താ പറയാ, ഏതായിരുന്നു അന്ന് സ്പ്ലിറ്റ് ആയിരുന്നു കളിച്ചോണ്ടിരുന്നത്. നിങ്ങൾ അതൊക്കെയാണോ കളിക്കുന്നത് അല്ലേ? ആ അപ്പൊ അവിടെ കാടിനകത്തൊക്കെ അല്ലേ, ഫോണില്ല, റേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫോണിന്റെ പുറകെ പോകാറില്ല. ഫുൾ ടൈം സ്പ്ലിറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിച്ചോണ്ടിരിക്കും. പണ്ടത്തെ കളിയൊന്നും അറിയില്ലേ? ഇങ്ങനെ അരിപ്പോത്തിരിപ്പൊന്നും അറിയില്ല. അരിപ്പത്തിന് അത് പാട്ടിൽ അരിപ്പോത്തിരിപ്പൊക്കെ അങ്ങനത്തെ കളിയൊന്നും അറിയില്ല അല്ലേ? ഇല്ല, നമ്മൾ എന്തേലൊക്കെ ആയിട്ട് കളിക്കും. ഇപ്പൊ എല്ലാം പുതിയ ശ്രീപദിന്റെ വേറെ വലിയ കോമഡി ഉണ്ട്. ശ്രീപദ് ഞങ്ങൾ ദിവസം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ശ്രീപദിന് കടുത്ത പനി. അച്ഛൻ വിളിച്ചു പറഞ്ഞു ശ്രീപദിന് പനിയാ. അപ്പം അന്നും ഇതുപോലെ തന്നെ ആ ലൊക്കേഷൻ അന്നും കൂടെ ഉള്ളൂ. വിഷ്ണു പറഞ്ഞു ചേട്ടാ അവന് പനിയാ, വന്നിട്ടില്ല. ഞാൻ പറഞ്ഞാണോ കുഴപ്പമില്ല, ഞാൻ നോക്കിയിട്ട് എവിടെ നീ ബാക്കി ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോൾ മുറ്റത്ത് നിന്ന് കളിക്കുക, പനിയാണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ ആളുടെ അച്ഛനകത്ത് പാവം ഉറങ്ങുന്നുണ്ട്, അച്ഛനെന്തോ വയ്യാഴിയുണ്ട്. ചോദിച്ചു നീ എന്താ ഇവിടെ ഇരിക്കുന്നത്, പനിയല്ലേ? ഇല്ലേട്ടാ കുറേ ദിവസം ഷൂട്ടല്ലേ, ഒരു ദിവസം റെസ്റ്റ് എടുക്കാന്ന് വെച്ചു. ഞാൻ നേരെ ചോദിച്ചു ആണോ ഫുഡൊക്കെ കഴിച്ചതെന്ന് ചോദിച്ചിട്ട് മോൻ വന്നൊരു കാര്യം, ഞാൻ നേരെ വണ്ടിയെ കയറ്റി ഇട്ടോണ്ട് പോയി. പോയിട്ട് ലൊക്കേഷൻ കൊണ്ട് വിട്ടിട്ട് അന്നാണ് മറ്റേ സീന്, സ്വാമി മാസാണല്ലേ എന്ന് ചോദിക്കുന്ന സീൻ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും കൊണ്ട് ക്യാമറ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു പ്രവേശനമുണ്ട്. അതുകൊണ്ടല്ലേ നാഷണൽ അവാർഡ് കിട്ടിയത്. നാഷണൽ അവാർഡ് കിട്ടിയ ഭയങ്കര രസമാണ്. വിളിച്ചപ്പോഴത്തേക്ക് ഈ നാഷണൽ അവാർഡ് എന്താണെന്ന് അവൻ അറിയില്ല. ആണോ ഓക്കേട്ടാ ശരി, ഞാൻ എടാ നിനക്ക് നാഷണൽ അവാർഡാ ആ കേട്ടു. അപ്പൊ ഒരു സന്തോഷം ഉണ്ടായിരുന്നു, ഒരു എക്സൈറ്റ്മെന്റ് എന്താന്ന് അറിയേണ്ട സമയത്ത് പിന്നാണ് മനസ്സിലായത്. ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ എനിക്ക് നാഷണൽ അവാർഡിന്റെ വില ജസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടിയോ ഓക്കെ. അച്ഛൻ്റെ അടുത്തും അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത്. നാഷണൽ അവാർഡ് കിട്ടിയെന്ന് അച്ഛൻ്റെ അടുത്ത് വലിയ കാര്യമായിട്ട് പറയുമ്പോ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് എന്റെ ഫാമിലിയിൽ എല്ലാരും അത് കണ്ടപ്പോഴാണ് എത്തിപ്പോയത്. മാത്രല്ല ഈ നമ്മുടെ രാഷ്ട്രപതിയുടെ ഇത് വാങ്ങിക്കാൻ പോകുന്നത് ബർത്ത്ഡേയുടെ എന്നാ. ഞാൻ നോക്കുമ്പം ഏതാണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വാങ്ങിക്കാൻ പോയവരാണ് പ്രസിഡന്റ് അടുത്തോട്ട് പോകുന്നത്. എന്തൊക്കെയാണ് വിശേഷം, സുഖമല്ലേ? ആള് നല്ല ചില്ല, എല്ലാവർക്കും വേറെ വൈബാ. ഞങ്ങള് സെറ്റ് നാഷണൽ അവാർഡ് വിളിക്കുന്നത്. അത് കൊണ്ടുവന്നു ഞങ്ങളെല്ലാം കാണിക്കാനായിട്ട് അല്ലേ. ഞങ്ങൾ ഭയങ്കര അഭിമാനമല്ലേ ഞങ്ങളുടെ. ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താ വെച്ചാല് ഭയങ്കര റിയലാണ്. അവന്റെ സംസാരം ഭയങ്കര റിയലാണ്. സിനിമയിലും അത് തന്നെ അങ്ങനെ തന്നെ. അവൻ സ്വഭാവത്തിൽ കള്ളത്തര ഉണ്ടെങ്കിലും സിനിമയിൽ റിയലായിട്ട് ക്യാമറയുടെ മുന്നിൽ ഒരിക്കലും അവൻ കള്ളനല്ല അല്ലടാ. അപ്പോ ഈ പ്രേക്ഷകരെ എത്രത്തോളം ശരിക്കും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അഭിലാഷേട്ടൻ ഈ സിനിമ കണ്ടല്ലോ, അപ്പൊ എത്ര 100% മാളികപ്പുറം പോലെ തന്നെ സാറ്റിസ്ഫൈ ആവും ഒരു പ്രേക്ഷകർ? 100% മാളികപ്പുറം ഇഷ്ടപ്പെട്ട പ്രേക്ഷകർക്ക് 100% ഈ പടം ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പാണ്. മാളികപ്പുറത്തെ ഡ്രൈവ് ചെയ്തേക്കുന്ന ഒരു ഇമോഷണൽ ഫാക്ടറാണ്, ഇതിൽ ഡ്രൈവ് ചെയ്തേക്കുന്ന ഒരു എന്റർടൈൻമെന്റ് ഫാക്ടറുണ്ട്, ഇമോഷണൽ രംഗം കൂടി. ഇമോഷണൽ സിനിമയുണ്ട്. അതാണ് ഇതിലെ സ്ക്രിപ്റ്റ് കഴിഞ്ഞപ്പോൾ ഇതിലെന്തോ ഒരു കുറവുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വിഷ്ണു പറഞ്ഞു ഇനി നിങ്ങൾ പേന തൊടലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലടാ ഓക്കെ എന്ന് പോയി. എവിടെയോ എനിക്കൊരു സാധനം മിസ്സിങ് തോന്നി. കാരണം മാളികപ്പുറത്തിൽ ആളുകളെ ഹുക്ക് ചെയ്ത ഒരു എലമെന്റ് ഉണ്ട്, ഇമോഷൻ. അപ്പം പിന്നാണത് ഒന്നും കൂടെ റീവർക്ക് ചെയ്തിട്ട്
അതിൻ്റെ ട്രാക്കിൽ ഒരു ഇമോഷൻസ് ആണ് ആഡ് ചെയ്ത്. അത് ഇപ്പം ഇന്നലെ ഞാൻ എൻ്റെ ഫൈനൽ മിക്സ് കണ്ടു. ആ ഏരിയയൊക്കെ എത്തുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമുക്ക് സഹിച്ചേട്ടനെ സംഭവിച്ച പോലെ ഇതിലൊരു ഇൻസിഡൻ്റ് ഉണ്ട് വേറൊരു ക്യാരക്ടറിൻ്റെ. അപ്പോൾ അത് കണ്ടപ്പം ഭയങ്കര പെട്ടെന്നൊരു അയ്യോ എന്നൊരു വിഷമം തോന്നി. അതാണ്. അപ്പോൾ ആ സീൻ ഭയങ്കര രസം. ആ സീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഗോപിക അതിൽ അഭിനയിച്ചുള്ള ഗോപിക ഫസ്റ്റ് ഡേ ആണ്. ഞാൻ പറഞ്ഞു ഗോപിക ഈ സീനാണ് വിഷമിച്ചോളാൻ പറഞ്ഞു. അളിച്ചേട്ടൻ ആരെയും മരിച്ചെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇത് നാട്ടിലൊരാൾ. അപ്പം ഞാനവർ നമ്മളെ ബന്ധം എന്താ? ഞാൻ അതൊന്നും എനിക്കറിയത്തില്ല, നീ നാട്ടിലൊരാൾ, നീ കരഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഈ മരിച്ച ആളുടെ കുടുംബക്കാരുകൾ ഇത്രയും കരയത്തില്ല, കരച്ചിൽ അവിടെ ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് വിഷ്ണു ചേട്ടാ ഇത് വിളിക്കുന്ന കരയുന്നത്. ശരിക്കും അകന്നൊരു ബന്ധുവാണോ നാട്ടുകാരനാണോ? അല്ല, അത് നാട്ടിലുള്ളൊരു ക്യാരക്ടറിന്റെ അത് സിനിമ കണ്ടാൽ മതി. സിനിമയിലാണ് അത് ഡീറ്റെയിൽ ആയിട്ടുള്ളത്. അതെല്ലാം സസ്പെൻസ്. അല്ല, അത് നമുക്ക് എല്ലാവർക്കും വിഷമം തോന്നുന്ന ഒരു മരണം. ശരിക്കും പറഞ്ഞാൽ അഭിലാഷേട്ടൻ്റെ എഴുത്തില് നമ്മൾ മാളികപ്പുറത്തിൽ ശരിക്കും ഞാനൊക്കെ ഇരുന്ന് എത്ര കരഞ്ഞതിന് കണക്കില്ല. സഹിച്ചേട്ട ക്യാരക്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അങ്ങനത്തെ സിനിമ എഴുതാൻ. അതായത് ഈ ഏറ്റവും പ്രയാസമാണ് കരയിക്കുക എന്ന് പറയുന്നത് തിയേറ്ററിൽ. കാരണം നമ്മൾ തിയേറ്ററിൽ കയറിയിരിക്കുന്ന കാശ് കൊടുത്ത് ചിരിക്കാനും എൻജോയ് ചെയ്യാനും അവരെ പിടിച്ചു വലിച്ച് കരയിപ്പിക്കാന്ന് വെച്ചാൽ ചെറിയൊരു പണിയല്ല, നല്ല പണിയെടുക്കണം. മാളികപ്പുറത്തിൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി. ഇതിലും അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. പക്ഷെ അത് മാളികപ്പുറം പോലത്തെ ഒരു ഓവർ ഇമോഷൻ അല്ല. പക്ഷെ ഞാനിപ്പോൾ അടുത്ത ചെയ്യുന്ന സിനിമ ഇപ്പോൾ ചോറ്റാനിക്കര ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്ത എം മോഹനേട്ടൻ്റെ പടം, അത് ഞാൻ ഉറപ്പ് വരുന്നു മാളികപ്പുറത്തിൽ കരഞ്ഞ പോലെ തന്നെ തിയേറ്ററിൽ ഓഡിയൻസിന് കരയാനുള്ള ഒരു കുറേ മുഹൂർത്തങ്ങളുണ്ട്, കണ്ണ് നിറയുന്ന മുഹൂർത്തങ്ങളുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് എനിക്ക് അങ്ങനത്തെ സിനിമ എഴുതാനാണ് ഭയങ്കര ഇഷ്ടം. അത് കുറച്ചും കൂടെ ഒരു പച്ചയായ കഥ എഴുതണം എന്നുള്ളത്. അഭിലാഷേട്ടൻ്റെ ഒരു പേരുണ്ട്, പ്രൊപ്പഗണ്ട റൈറ്റർ. ഞാനത് അങ്ങനെ ഒരു അതല്ല, അതിങ്ങനെ അങ്ങനെ ആൾക്കാര് അടിച്ചേൽപ്പിക്കുന്ന ഒരു നെഗറ്റീവ് അജണ്ടയാണ് നമ്മുടെ മാളികപ്പുറത്തിൽ അടിച്ചേൽപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ചെയ്യുന്ന ആദ്യത്തെ പടം മലയാളത്തിൽ നൈറ്റ് ഡ്രൈവ് എന്നൊരു സിനിമയാണ്. നൈറ്റ് ഡ്രൈവിലെ കഥാപാത്രം നോക്കിയാലോ അതിനകത്ത് ഒന്ന് ജോജി, റിയ, ഇതെല്ലാം ക്രിസ്ത്യൻ ക്യാരക്ടേഴ്സാണ്. അപ്പം അന്നേരം എന്നെ ക്രിസ്ത്യാനികളുടെ പ്രൊപ്പഗണ്ട തന്നെ പറയണം. അതിൽ പിന്നെ ഞാനൊരു രണ്ടാം സിനിമ പിന്നെ 10-ാം വളവ്, അതിലൊരു ഹിന്ദു പെൺകുട്ടീനെ സോളമൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയാണ് കല്യാണം കഴിക്കുന്നത്. പിന്നെ അവരുടെ കഥയാണ് സിനിമ. അപ്പം ഞാനിങ്ങനെയാണ് ഹിന്ദു ഇതാന്ന് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് വിവാദം വന്നത് അങ്ങനെ. മാളികപ്പുറം സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇവിടെ ഒരു വിഭാഗം ആളുകൾ അതിനെ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു. ഇതെന്താണ് ഇതിൽ പറയാൻ പോകുന്നത്? ഇതിൽ രണ്ട് പേടിയാണ്. ഒന്ന്, ഈ പറഞ്ഞ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ പറയുന്ന ആളുകൾക്ക് പേടി, ഇത് സ്ത്രീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട കഥയാണോ, അല്ലാതെ ഇതിനെ എഗനിസ്റ്റ് ആണോ, ഇതിനെ സപ്പോർട്ട്, ഇതാണ് വലിയ ചോദ്യം. ഈ പറയുന്നത് നിങ്ങൾ മീഡിയാസ് പോലും അതിൻ്റെ റിലീസിനെ തലേന്നത്തെ പ്രസ് മീറ്റിൽ എൻ്റെ അടുത്ത് ഉണ്ണി ഞാനും ഇരിക്കുമ്പോൾ ചോദിച്ചു. ഉണ്ണി അന്ന് കുറച്ച് വയലൻ്റ് ആവുകയും ചെയ്തു. ഇതൊരു ഈസ് ദിസ് എ പ്രൊപ്പഗണ്ട എന്ന് ഏതോ ഒരു മീഡിയക്കാർ ചോദിച്ചു. അപ്പോൾ ഉണ്ണി ചോദിച്ചു വാട്ട് ഇസ് എ മീനിങ് ഓഫ് പ്രൊപ്പഗണ്ട. അപ്പം ഞാൻ ഉണ്ണി മിണ്ടണ്ട വിട്ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ണി നല്ലത് അറിയണം, എന്താ നിങ്ങൾ വാട്ട് യു മീൻ പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞപ്പോൾ അല്ല നിങ്ങളിതൊരു ഗൂഢാലോചനയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അന്ന് പറഞ്ഞ മറുപടി ഇതാണ്: നാളെ രാവിലെ 10 മണിക്ക് പടം റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിലേക്ക് പോകാം. പടം തിയേറ്ററിൽ നിന്ന് പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പുറത്ത് ഞങ്ങൾ കാണും. ഇതേ ചോദ്യം അന്നേരം ചോദിച്ചു. ഉത്തരം നൽകുമ്പോൾ ഒരു മീഡിയ പോലും പിന്നെ ആ ചോദ്യം ചോദിച്ചിട്ടില്ല. ആ സിനിമ നിങ്ങൾ സിനിമ ഉണ്ടല്ലോ, അതിൽ എന്ത് പ്രൊപ്പഗണ്ടയുള്ളത്. അതായത് അങ്ങനെ ഒരു വിവാദം വന്നല്ലോ, അപ്പൊ എല്ലാത്തിനെയും നല്ല രീതിയിൽ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് എന്നെ വിളിച്ചു. ഇപ്പൊ എന്നെ ഞാൻ ഈ പറഞ്ഞ മോഹനയുടെ പടം അനൗൺസ് ചെയ്തപ്പോൾ താഴെ വന്നിട്ട് വീണ്ടും ഭക്തിയുമായി വന്നിട്ടുണ്ട്. വീണ്ടും മറ്റേ ഭക്തി റൈറ്റർ എത്തി. ഞാൻ കാണുന്നത് ഭക്തി എന്ന് പറഞ്ഞാൽ അത്ര മോശം കാര്യമാണോ? ഒരിക്കലും. അപ്പോൾ അതിഷ്ടപ്പെടുന്ന ഇപ്പം മാളികപ്പുറം ഇഷ്ടപ്പെട്ട ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ട ജോണറാണല്ലോ ഈ. അപ്പോൾ അത് അവർ കണ്ടോട്ട്. ഞാൻ പറഞ്ഞത് കേരളത്തിൽ മാളികപ്പുറം ഇഷ്ടപ്പെട്ട അമ്മമാർ മാത്രം തിയേറ്ററിൽ വന്നാൽ മതി ഈ പറയുന്ന സിനിമകൾ വിജയിക്കാനുണ്ട്. അപ്പം ഞാൻ സിനിമ ചെയ്യുമ്പം എനിക്ക് ഉറപ്പുണ്ട് അമ്മമാർക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ച് ആ സിനിമയ്ക്ക് വന്ന് കയറാം. ഒരിക്കലും അതിനകത്ത് വേറെ ഒരു പ്രൊപ്പഗണ്ടയും കാണില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഈസ് പാർട്ട് ഓഫ് ഈ സിനിമ ലൈഫിൽ പാർട്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞില്ല. ആ എഴുതിയിടുന്ന ആളുടെ ജീവിതത്തിലെ ഒരു 30 സെക്കൻഡ് എനിക്ക് തന്നില്ലേ, അപ്പം ഞാൻ അയാളുടെ ആയുസിൻ്റെ കുറച്ച് എനിക്ക് തന്നേക്കാണ് എന്നെ ആലോചിച്ചുകൊണ്ട്. അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇപ്പൊ ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അഭിലാഷേട്ടന്. എന്തിനാണ് ഇത്? അല്ല അങ്ങനെയല്ല, ഇങ്ങനെയുള്ള ശത്രുക്കൾ ഉണ്ടെങ്കിലും ഞാൻ ചോദിക്കുന്ന ശത്രുക്കൾ ഉണ്ടെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന 10 പേരെങ്കിലും കാണില്ലേ? ആ 10 പേരുടെ സപ്പോർട്ട് മതി എനിക്ക്. നമുക്ക് കിട്ടിയ നല്ലൊരു റൈറ്ററാണ് മലയാള സിനിമ. അല്ല, ഞാൻ പറഞ്ഞ ശത്രുത ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യമാണ്. ഈ ശത്രുക്കൾ എന്ന് പറയുന്നത് നെഗറ്റീവ് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇൻഡസ്ട്രി നിൽക്കുന്നതുകൊണ്ടാണ്. ഞാനിവിടെ ഉണ്ടെന്നുള്ളതിന്റെ മീനിങ് ആണല്ലോ ഈ ശത്രുക്കൾ ഉള്ളതൊക്കെ. ഇപ്പം എനിക്ക് ഇടയ്ക്ക് ഈ ഡ്രഗ്സിന്റെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ അതിനെതിരെ തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ആരാണ് ഈ ശത്രുക്കൾ ഉണ്ടാകുന്നത്? അങ്ങനെയൊന്നും ഇല്ല, വെറുതെയാണ് ഞാൻ ചെയ്യുന്ന ജോലി സിനിമയാണ്. ആ സിനിമ ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. എനിക്ക് കിട്ടാത്ത ദിവസം ഞാനിത് കളഞ്ഞിട്ട് പോകും. ഒരിക്കലും ഞാൻ പിന്നെ ഇതിൽ നിൽക്കില്ല. അപ്പം എനിക്ക് സിനിമ വേണം.
അതെ. ഒരിക്കലും സിനിമയ്ക്ക് എന്നെയല്ല വേണ്ടത്, എനിക്ക് സിനിമ വേണം. 100% ഞാൻ സിനിമ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നാളെ ഒരു സമയത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സിനിമകളൊന്നും തന്നെ പ്രേക്ഷകർക്ക് ആർക്കും വേണ്ട എന്നൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അന്ന് ഞാൻ ഈ ജോലി എടുത്ത് മറ്റൊരു ജോലിയിലേക്ക് ഞാൻ പോകും. ഇന്ന് എനിക്ക് വിശ്വാസമുണ്ട്, ഒരു 10 പേർക്കെങ്കിലും ആഗ്രഹം എൻ്റെ സിനിമ കാണാൻ ആഗ്രഹമാണ്. ആ 10 പേര് സന്തോഷമാവുമല്ലോ. അത് നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. മതി, അത് മതി. അവന്റെ ഒരു വിവാദത്തെ കുറിച്ച് അല്ല, ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഇത് സിനിമയിൽ എല്ലാവർക്കും ഫേസ് ചെയ്യുന്നതാണ്. ഞാൻ ചോദിച്ചത്, നമ്മൾ ഇത്രയും നാൾ ഇഷ്ടപ്പെട്ട നമ്മളൊക്കെ ആരാധിച്ച ലാലേട്ടനെ ഒരു എമ്പുരാൻ എന്നൊരു സിനിമയുടെ പേരിൽ ഇതേ ആളുകൾ തന്നെ എന്തോരം മോശമായിട്ട് പോസ്റ്റ് ഇട്ടു. ഇതേ പൃഥ്വിരാജ് എത്രയോ ഹിറ്റ് തന്നേക്കുന്ന നന്ദനം പോലത്തെ സിനിമയായിട്ടുള്ള പൃഥ്വിരാജിനെ പോലും ഇത് മോശമായി കാണിച്ചിട്ട് ഇത് ചെയ്തിട്ടില്ല. അപ്പം ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. അതെ, എമ്പുരാന് ശേഷം പിന്നെ തുടരും വന്നപ്പോൾ നമ്മൾ അത്രയും എക്സൈറ്റഡ് ആയി. ഇതേ വിവാദം ഉണ്ടാക്കിയവര് അതേ ലാലേട്ടനല്ലേ നമ്മൾ ആഘോഷിച്ചത്. അപ്പം വിവാദങ്ങൾക്ക് അത്രയേ ഉള്ള ആയുസ്. ശരിക്കും ഈ സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ അർജുൻ അല്ലാതെ ഗോകുലുണ്ട്, ബാലു ഉണ്ട്. അപ്പോൾ ഗോകുല് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഒരു സൗഹൃദത്തിൻ്റെ ഒരു ഗ്യാങ് ആണ്. ഗോകുൽ ചെയ്തിരിക്കുന്ന ഓപ്പോസിറ്റ് ഉള്ള ഒരു ക്യാരക്ടറാണ്. മുകേഷേട്ടൻ്റെ മകൻ ശ്രാവണുണ്ട്, പിന്നെ നന്ദുചേട്ടനുണ്ട്, ശ്രീജിത്ത് രവിചേട്ടനുണ്ട്, ബോബിച്ചേട്ടൻ പണിയിലൊക്കെ അഭിനയിച്ച ബോബിച്ചേട്ടനുണ്ട്, പിന്നെ ജയകൃഷ്ണൻ ചേട്ടനുണ്ട്, പിന്നെ നായികമാരായിട്ട് മാളവികയാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ ഗോപികയുണ്ട്, ജസ്നിയുണ്ട്, ജൂഹിയുണ്ട്, ശിവത അഭിനയിച്ചിട്ടുണ്ട്, മനോജ് തിങ്കളാഴ്ച ചെയ്തുള്ള ഹീറോ മനോജ് ചേട്ടനുണ്ട്, ദേവനന്ദയുണ്ട്, ശ്രീപദുണ്ട്, പിന്നെ അനീപൻ ചേട്ടനുണ്ട്. പിന്നെ കുറച്ച് 1-2 ക്യാരക്ടേഴ്സ് ക്യാമിയോ പടത്തിലുണ്ട്. അത് നമ്മൾ ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. നമുക്കൊക്കെ എക്സൈറ്റഡ് ആവുന്ന ക്യാമറ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ചില മുഖങ്ങളെ തിരിച്ചു കൊണ്ടുവന്നു ഞങ്ങൾ. പഴയ അതൊരു 1-2 പേരെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഇതിലെല്ലാം സസ്പെൻസ് നിറഞ്ഞു നിൽക്കും അല്ലെ, എല്ലാം കൊണ്ടും. അത് വേറൊന്നുമല്ല, അതിപ്പം നമ്മൾ ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് പേരെ ആലോചിച്ചു. അപ്പം ഇപ്പോഴും ഇപ്പോൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് അത് വർക്കാവില്ലാതായിട്ട് ഒരു ഗ്യാപ്പ് വന്ന ഒരു ആർട്ടിസ്റ്റ് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് ക്ലൈമാക്സിൽ അത് ഒരു ടൈലൻ്റാണ്, ഒരു ജസ്റ്റായിട്ട് ഹാപ്പിയായിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി ചെയ്തേക്കുന്നത്. സുമതി വളവ് പോയെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവിടെ ശരിക്കും സുമതി വളവിൽ വെച്ച് സുമതിയെ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും ചോദിക്കുക അഭിലാഷേട്ടൻ? മോനും തുളസി ബീബിയുടെ ഫോൺ നമ്പർ കുറെ നാളെ വിളിച്ചിട്ടേ. തുളസി ബേബിയുടെ ഒരു മാറ്റവും ഇല്ലല്ലേ? നല്ലതാ. ഞാൻ സുമതി ഈ പറഞ്ഞ പോലെ തന്നെ സുഖമാണോ ചേച്ചി, നിങ്ങളുടെ സിനിമ ചെയ്യുന്നുണ്ട്, ഒന്ന് കൂടെ നിൽക്കണമെന്ന് പറയും. ശിവന്മാരെയൊന്നും വിശ്വസിച്ച് സുമതിയത്തോട് ഇടാൻ കൊള്ളുന്നില്ല, പലതും ചോദിച്ചോളൂ. നിങ്ങൾ എന്താ ചോദിക്കാ? ഈ വളവിന് എങ്ങനെ സുമതി വളവെന്ന് പേര് വന്നെന്ന് ചോദിക്കാം. എന്തൊരു പ്രശ്നം. എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല, സുഖമാണോ അങ്ങനെ സുമതിയുടെ മൊബൈൽ നമ്പർ അവൻ ചോദിക്കും. അത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ചോദിക്കും ഉറപ്പാ. അങ്ങനെ വരാതിരിക്കട്ടെ. അപ്പൊ ലാസ്റ്റ് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, അല്ല, എന്നും പ്രേക്ഷകർ കൂടെ നിന്നോട്ടാണ് എല്ലാ സിനിമകളും വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലും പ്രേക്ഷകരുടെ സപ്പോർട്ട് കൂടെ കാണുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഓരോ സിനിമയും പ്രതീക്ഷയാണ്. അപ്പോൾ ഇതും വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇറക്കുന്നത്. പിന്നെ നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ സുമതിയുടെ വിജയം എന്നെയും വിഷ്ണുവിനെ സംബന്ധിച്ച് ഞങ്ങളുടെ സിനിമ കരിയറിന് തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നൊരു സ്റ്റേജാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് സപ്പോർട്ട് ചെയ്യണം, വിജയിപ്പിക്കണം എന്നാണ്. പിന്നെ ഇവർക്കൊക്കെ ഇവരൊക്കെ ബഡ്ഡിങ് സ്റ്റേജാണ്. അപ്പോൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സിനിമ വിജയിച്ചാലാണ് നാളെയുടെ സൂപ്പർ സ്റ്റാറുള്ള ഇവരൊക്കെ മാറുന്നത്. ഇല്ലടാ. അപ്പോൾ എല്ലാവർക്കും നല്ല കഥാപാത്രങ്ങളാണ്, നല്ലൊരു വിജയം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.